നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. യെസ് സർ. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യങ്ങൾ തന്നെ കുറച്ചുകൂടി ഒരു വലിയ കെട്ടിടത്തിന്റെ ഇത് നോക്കാം നമുക്ക്. അപ്പൊ ഇതാണ് നമുക്കിന്ന് നോക്കേണ്ട ബിൽഡിങ്. ഇപ്പൊ ഈ ബിൽഡിങ്ങില് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഔട്ടർ ടു ഔട്ടർ 9.72 തിരിച്ചുള്ളത് 8.54 ഇതിന്റെ ഔട്ടർ ടു ഔട്ടർ ഡയമെൻഷൻ. അപ്പൊ ഈ 9.72 നിന്നും ഒരു 18 സെന്റിമീറ്റർ നമുക്ക് സെൻട്രൽ ലൈൻ കിട്ടാനായിട്ട് നമ്മൾ കുറയ്ക്കണമെന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അപ്പോൾ 9.54 വരും. അതായത് 9.72 മൈനസ് ഒരു വാൾ തിക്നെസ്, അതായത് 18. ഓക്കെ, തിരിച്ച് 8.54 ആണ് നമ്മുടെ ഈ ബിൽഡിങ്ങിന്റെ ഔട്ടർ ടു ഔട്ടർ ഡിസ്റ്റൻസ്. അതുകൊണ്ട് അതിന്റെ ഒരു വാൾ തിക്നെസ് നമ്മൾ കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് വരുന്നത് 8.54 നമ്മൾ ഒരു വാൾ തിക്നെസ് കുറയ്ക്കുമ്പോൾ 8.36 എന്ന് കിട്ടും. അപ്പൊ ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ പെരിമീറ്റർ കാണാനായിട്ട് 2 × L+B എന്ന് പറഞ്ഞു. അതായത് 9.54 പ്ലസ് 8.36 ഇൻറ്റു 2. അപ്പൊ നമുക്ക് ഈ ബിൽഡിങ്ങിന്റെ ഈ 4 സൈഡിലുമുള്ള ഔട്ടർ ഡയമെൻഷന്റെ സെൻട്രൽ ലൈൻ നമുക്ക് കിട്ടും. ഓക്കെ, ഇതൊന്ന് പറയാമോ? നമുക്ക് ഈ ഒരു കാര്യം പറഞ്ഞ് കറക്റ്റ് ചെയ്തിട്ട് തുടങ്ങാം. ഒരാൾ പറഞ്ഞു, കഴിഞ്ഞ ദിവസം പഠിച്ച ഒരാൾ പറഞ്ഞോളൂ ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യം. സർ സർ പറഞ്ഞോളൂ. ആദ്യം നമ്മൾ ഫസ്റ്റ് എസ്റ്റിമേഷൻ എടുക്കുന്ന സമയത്ത് ഔട്ടർ വാളിന്റെ എസ്റ്റിമേഷനാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഔട്ടർ വാളിന്റെ സെൻട്രൽ ലൈൻ എടുക്കും. സെൻട്രൽ ലൈൻ എടുക്കുമ്പോൾ സെൻട്രൽ ലൈൻ ഡിസ്റ്റൻസ് കിട്ടാനായിട്ട് ടോട്ടൽ വാളിന്റെ ലെങ്തിൽ നിന്ന് ഒരു വാൾ തിക്നെസ് മൈനസ് ചെയ്യും. അതിന്റെ റീസൺ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ലൈൻ എടുക്കാൻ നേരത്ത് 18 സെന്റിമീറ്റർ വാളാണെന്നുണ്ടെങ്കിൽ 0.9 ഒരു സൈഡിലും 0.9 വേറൊരു സൈഡിലും കുറയ്ക്കേണ്ടതുള്ളത് കൊണ്ട് ടോട്ടൽ വാളിന്റെ ഡിസ്റ്റൻസിൽ നിന്ന് ഒരു വാൾ തിക്നെസ് കുറച്ചാലും സെയിം ഉത്തരവായിരിക്കും കിട്ടുന്നത്. അപ്പം അങ്ങനെ നമുക്ക് സെൻട്രൽ ലൈനിന്റെ ഒരു വാളിന്റെ സെൻട്രൽ ലൈൻ ഡിസ്റ്റൻസ് കിട്ടും. അതുപോലെ മറ്റേ വാളിന്റെ സെൻട്രൽ ലൈൻ ഡിസ്റ്റൻസും കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് എല്ലും ബിയും കിട്ടും. അപ്പോൾ റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ കാണുന്ന ഫോർമുല വന്നിട്ട് 2 × L+B ആണ്. അപ്പം 2 ഈ പറഞ്ഞ L×B ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ പെരിമീറ്റർ കിട്ടും, സെൻട്രൽ ലൈനിന്റെ പെരിമീറ്റർ കിട്ടും. സാർ കേൾക്കാൻ വയ്യ? ഹലോ സാർ, മ്യൂട്ടാണ്. ഓക്കെ, അപ്പൊ 35.80 ആണ് നമുക്ക് കിട്ടുന്ന ഉത്തരം. ഈ ഉത്തരത്തിൽ ഇതിനെ 2 കൊണ്ട് ഗുണിക്കുക കൂടെ വേണം. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. ഓക്കെ ആണോ? എല്ലാവർക്കും കിട്ടിയോ? 35.80. ഓക്കെ ആണോ? ഒന്ന് ഗുണിച്ച് നോക്കൂ. (9.54 പ്ലസ് 8.36 ഇൻറ്റു 2). അപ്പോൾ 35.80. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ, അപ്പൊ നമുക്ക് സെൻട്രൽ ലൈൻ ഡിസ്റ്റൻസ് കിട്ടി 35.80 എന്ന് കിട്ടി. ഇൻറ്റു നമ്മുടെ നേരത്തെ സെക്ഷൻ തന്നെയാണ് 0.70 ആണ് നമ്മുടെ സെക്ഷന് കൊടുത്തിരുന്നത്. അടുത്തത് അപ്പൊ ഇൻറ്റു 0.70. അപ്പൊ നമുക്ക് അതിന്റെ ഇൻറ്റു ഡെപ്ത് 0.75. അപ്പൊ നമുക്ക് അതിന്റെ വോളിയം ആയി കഴിഞ്ഞു. ഓക്കെ ആണല്ലോ? ഇനിയുള്ളത് നമുക്ക് ഈ ക്രോസ് വാളുകളാണ്. അപ്പൊ ഈ ക്രോസ് വാളുകൾ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ കുറച്ച് ക്രോസ് വാളുകൾ തിരിച്ചും മറിച്ചും വരുന്നുണ്ട്. അതായത് ക്രോസ് വാളിൽ എടുക്കുന്ന സമയത്ത് നമുക്കൊന്നൊരു വീഡിയോ നമുക്കിപ്പോ ഒന്ന് നോക്കാം. ക്രോസ് വാളിന്റെ കേസ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നൊരു വീഡിയോ നോക്കാം. പെർഫെക്റ്റ് ആയിട്ട് നടക്കും. അത് ഉണങ്ങാതെ നടക്കും. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് നമ്മള് ഇവിടുത്തെ ഈ ഔട്ടർ ആണ് നമ്മളിപ്പോ എടുത്തിരിക്കുന്നത്.
ഔട്ടർ നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. ഈ പ്ലോട്ട്, ഈ ഒരു ബിൽഡിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഔട്ടർ ആയിട്ടുള്ള ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞു. അതായത് ഇതിന്റെ ഈ 4 സൈഡിലുമുള്ള ഇങ്ങനെയുള്ളത് നമ്മൾ എടുത്തു. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുക്കുന്നത് ദാണ്ട് ഈ നീളത്തിനുള്ള ഒരു ക്രോസ് വാളാണ് എടുക്കുന്നത്. അങ്ങനെ നീളത്തിനുള്ളത് എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു അന്ന് പറഞ്ഞതുപോലെ ഒരു പകുതി വാള്, അതായത് 0.35 ഇവിടെ കുറയും. ഇപ്പുറത്തെ സൈഡിലും ഒരു 0.35 കുറയും. അതിനുശേഷം പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയുള്ള ക്രോസ് വാൾ എടുക്കും. ആ ക്രോസ് വാൾ എടുക്കുന്ന സമയത്ത് ഇതിലും ഒരു 0.35 വെച്ച് കുറയും. അപ്പൊ ഇതാണ് ഇതിന്റെ ബേസിക് തിയറി. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇങ്ങനെയുള്ള ക്രോസ് വാൾ മാത്രമാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് തിരിച്ചുകൂടി ക്രോസ് വാൾ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നീളമുള്ള ക്രോസ് വാളിനെ നമ്മൾ ലോങ് ക്രോസ് വാൾ എന്ന് പറഞ്ഞ് ആദ്യമേ എടുക്കും. എന്നിട്ട് നമ്മൾ തിരിച്ചു കട്ട് ചെയ്യും. നമ്മളില്ല അലുവയൊക്കെ കട്ട് ചെയ്യുന്നത് അങ്ങനെയാണല്ലോ. ആദ്യം ഇതിന്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ട് ആദ്യം ഇങ്ങനെ കട്ട് ചെയ്യും, പിന്നീട് നമ്മൾ എന്ത് ചെയ്യും, തിരിച്ചിങ്ങനെ കട്ട് ചെയ്യും. അപ്പൊ ഇതുപോലെ ഇവിടെയും ഈ പ്ലാനിനെയും നമ്മൾ ആ രീതിയിലാണ് കട്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ നമുക്കൊന്നുകൂടെ നോക്കാം. നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇതിന്റെ ഔട്ടറിന്റെ എത്ര m³ വേണം. അപ്പൊ അതിന് നീളം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത്. അപ്പൊ നമുക്ക് ലെങ്ത് കിട്ടി. ഇതിങ്ങനെ 4 സൈഡിലേക്കും കിട്ടുന്നതിനുള്ള ലെങ്ത് നമുക്ക് കിട്ടി 35.8. ഇനി നമുക്ക് വേണ്ടത് ഇതിന്റെ ആദ്യത്തെ ഒരു ക്രോസ് വാൾ ഇങ്ങനെ നീളത്തിനുണ്ട്. അപ്പൊ ആ ക്രോസ് വാളിന്റെ ലെങ്ത് അത് നമുക്ക് നേരത്തെ അറിയാം. ഇതിന്റെ ഈ ഔട്ടർ ഡയമെൻഷനിൽ നിന്ന് ഒരു വാൾ തിക്നെസ് കുറയ്ക്കുന്നതായിരിക്കും ഇതിന്റെ സെൻട്രൽ ലൈൻ. ഓക്കെ, ആ സെൻട്രൽ ലൈനിൽ നിന്നും നമ്മൾ ഒരു ഒരു 0.70 കുറയ്ക്കുമ്പോൾ നമുക്ക് ഇതിന് എത്ര മീറ്റർ നീളമെന്ന് കിട്ടും. അതായത് കണ്ടേ, ഈ മണ്ണിന്റെ ഈ എഡ്ജ് തൊട്ട് ഇപ്പുറത്തെ എഡ്ജ് വരെ ഉള്ളത് കിട്ടും. അപ്പൊ ഈ വാളിന്റെ എത്ര m³ എന്നായി. അതിനുശേഷം പിന്നെ എന്ത് ചെയ്യണം, ഈ വാളിന്റെ സെൻട്രൽ ലൈൻ കാണും. അത് ഈ റൂമിന്റെ മെഷർമെന്റ് പ്ലസ് അതിന്റെ വാൾ തിക്നെസ്. അപ്പൊ നമുക്ക് അതിന്റെ സെൻട്രൽ ലൈൻ ആയി. അതിൽ നിന്ന് വീണ്ടും 0.70 കുറയ്ക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ഈ ഡിസ്റ്റൻസ് തൊട്ട് അടുത്ത ഈ ഡിസ്റ്റൻസ് വരെയുള്ളത് കിട്ടും. നമുക്കൊരു പിക്ചർ കൂടെ നോക്കാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പിക്ചറാണ് ഇവിടെ കാണുന്നത്. അതായത് നമ്മുടെ ഔട്ടർ ടു ഔട്ടർ ഡിസ്റ്റൻസിൽ നിന്നും സെൻട്രൽ ലൈൻ ഡിസ്റ്റൻസ് കിട്ടി 8.36. ആ 36 നമ്മൾ ഈ ഔട്ടർ വാള് ഇത്രയും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് ഈ പച്ച കാണുന്ന ഇത്രയും സ്ഥലത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകതയായിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇത്രയും സ്ഥലം നമുക്ക് ഇവിടെ കുറഞ്ഞു കിട്ടും. അപ്പൊ 8.36 ആണ് നമ്മുടെ ഇവിടുത്തെ സെൻട്രൽ ലൈൻ, സെൻട്രൽ ലൈൻ ടു സെൻട്രൽ ലൈൻ. പക്ഷെ ഇവിടെ നമ്മൾ ഇത്രയും ദൂരം നമ്മൾ ചെയ്യേണ്ടതില്ല. അതായത് ഈ സെൻട്രൽ ലൈനിൽ നിന്നും ഒരു വാൾ തിക്നെസ്, അതായത് വാൾ തിക്നെസ് മീൻസ് നമ്മുടെ ഇവിടെ 77 സെന്റിമീറ്റർ ആയതുകൊണ്ട് 35 സെന്റിമീറ്റർ ഇവിടെയും കുറയും, തിരിച്ച് ഇപ്പുറത്തും 35 സെന്റിമീറ്റർ കുറയും. അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പൊ അതിന്റെ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടിയേക്കുന്നത് ഔട്ടർ ടു ഔട്ടർ കിട്ടിയത് 35.80. അതെല്ലാവർക്കും ഓക്കെ ആണെന്ന് തോന്നുന്നു. അടുത്തത് ഈ 8.36 മൈനസ് 0.70. അപ്പോൾ നമുക്ക് ഇതിന്റെ ഈ എൻഡ് തൊട്ട് ഇത്രയും എൻഡ് തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് കിട്ടും. ഓക്കെ, അടുത്തത് നമുക്ക് ക്രോസ് വാളാണ്. അപ്പൊ ഇതിന്റെ നമുക്ക് ഡിസ്റ്റൻസ്, ഇതിന്റെ നീളം കിട്ടി. ഓക്കെ, അടുത്തത് നമുക്ക് ഒരു ക്രോസ് വാളുണ്ട്. ഒരു ക്രോസ് വാൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ ഒരു ക്രോസ് വാളുണ്ട്, ഇങ്ങനെ ഒരു ക്രോസ് വാളുണ്ട്, അടുത്ത് തിരിച്ചും ഒരു ക്രോസ് വാളുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് നോക്കാം. അപ്പൊ ഇതിന്റെ ഇൻസൈഡ് മെഷർമെന്റ് നമുക്കൊന്ന് പ്ലാനിൽ നോക്കാം. എത്രയാണ് ഇൻസൈഡ് മെഷർമെന്റ് നോക്കാം. പ്ലാനിൽ നമുക്ക് തന്നേക്കുന്ന ഇൻസൈഡ് മെഷർമെന്റ് എന്ന് പറയുന്നത് 300 ആണ് നമുക്ക് തന്നേക്കുന്നത്. ഈ പ്ലാൻ ഇതിന്റെ ഇൻസൈഡ് മെഷർമെന്റ് 300 ആണ്. അപ്പോ ഈ 300ന്റെ
സെൻട്രൽ ലൈൻ കിട്ടാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് കണക്ക് ഒരു വാൾ തിക്നെസ് കൂടെ കൂട്ടുമ്പോൾ മാത്രമേ ഇതിന്റെ സെൻട്രൽ ലൈൻ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിന്റെ സെൻട്രൽ ലൈൻ കിട്ടാനായിട്ട് നമുക്ക് ഒരു വാൾ തിക്നെസ് കൂടെ കൂട്ടുക. അപ്പൊ നമുക്ക് 3.18 എന്ന് കിട്ടും. ഈ 3.18 നിന്നും നമ്മൾ ഒരു 0.70 കുറയ്ക്കുമ്പോൾ നമുക്കതിന്റെ 0.70 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇവിടെ നിന്ന് 35, ഇപ്പുറത്തുനിന്ന് 35 ആണല്ലോ നമ്മൾ കുറയ്ക്കുന്നത്. അപ്പൊ അതാണ് നമ്മുടെ എർത്ത് വർക്ക് എക്സ്കവേഷന്റെ ലെങ്ത്. ഓക്കെ, ഇനി അടുത്തത് എടുക്കാം. അപ്പൊ ഇത് നമ്മൾ 2 എണ്ണമായിരിക്കും ഈ വാൾ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ വാളും നമ്മൾ വെട്ടിക്കഴിഞ്ഞു, ഇതും നമ്മൾ തീർത്ത് കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് ഇതിന്റെ സെൻട്രൽ ലൈനാണ്. ഇതിന്റെ സെൻട്രൽ ലൈൻ നമുക്ക് 200 എന്നവർ തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ സെൻട്രൽ ലൈനിലേക്ക് വരാനായിട്ട് 18 കൂടെ കൂട്ടുക. അപ്പൊ നമുക്ക് 218 എന്ന് കിട്ടും. ഈ 218 നിന്നും നമ്മൾ 0.70 കുറയ്ക്കുക. അപ്പൊ നമുക്ക് അതിന്റെ സെൻട്രൽ ലൈൻ കിട്ടും. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം, നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ആൾ റൗണ്ട് എടുക്കുന്നു. എന്ന് വെച്ചാൽ 4 സൈഡിലുമുള്ള കാര്യങ്ങൾ നമ്മൾ എടുക്കും. രണ്ടാമതായിട്ട് നമുക്ക് ഒരേ കണക്ക് വരുന്ന ക്രോസ് വാളുകൾ ഏതൊക്കെയാണെന്ന് നോക്കുന്നു. അപ്പൊ ഈ ഒരു ക്രോസ് വാളുണ്ട്, ഇതുമുണ്ട്. അപ്പൊ അതിന്റെ സെൻട്രൽ ലൈൻ നമ്മൾ കണ്ടുപിടിക്കും. ആ സെൻട്രൽ ലൈനിൽ നിന്നും അതാണ് നമുക്ക് 8.36 എന്ന് കിട്ടുന്നത്. അപ്പോൾ ഇൻസൈഡ് മെഷർമെന്റ് ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അതിൽ നിന്ന് കൂട്ടിയെടുക്കുമ്പോൾ 8.36. ഈ 8.36 നിന്നും കൂടെ 0.70 കുറയ്ക്കുമ്പോൾ അതിന്റെ എർത്ത് വർക്ക് എക്സ്കവേഷനുള്ള ക്വാണ്ടിറ്റി ആവും. അടുത്തത് നമുക്ക് അങ്ങനെയുള്ള 2 എണ്ണം നമ്മൾ എടുക്കുന്നു. 1x2 എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ എഴുതുന്നത്. അടുത്ത് പിന്നെ നമുക്ക് വരുന്നത് 3യുടേതാണ്. 3യുടേത് എന്ന് പറയുന്നത് നമുക്ക് ഇതിന്റെ 3യുടെ ഇൻസൈഡ് മെഷർമെന്റ് ആണ് 3. ഈ 3 എന്ന് പറയുന്നത് ഇവിടുത്തെ ഇൻസൈഡ് മെഷർമെന്റ് ആണ്. അതിന്റെ കൂടെ നമുക്ക് ഒരു വാൾ തിക്നെസ് കൂടെ കൂട്ടുമ്പോൾ നമുക്ക് അതിന്റെ സെൻട്രൽ ലൈൻ ആയി. അപ്പൊ 3.18 എന്നായി. ഇനി എർത്ത് വർക്ക് എക്സ്കവേഷൻ ആയതുകൊണ്ട് നമുക്ക് അവിടെ ഒരു 0.7 കുറയ്ക്കണം. അപ്പൊ നമുക്ക് എർത്ത് വർക്ക് എക്സ്കവേഷൻ കിട്ടും. അടുത്തത് ഈ വാളാണ്. ഈ വാളിന്റെ ഇൻസൈഡ് മെഷർമെന്റ് 200 ആണ്. അപ്പൊ 200 പ്ലസ് 0.18 ആണ്. അപ്പൊ 218 വരും. അതിൽ നിന്നും നമ്മൾ ഒരു സെൻട്രൽ ലൈനായ 0.70 കുറയ്ക്കുമ്പോൾ നമുക്ക് അതിന്റെ ഡിസ്റ്റൻസ് കിട്ടും. ഇതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അതിന്റെ കാൽക്കുലേഷനിലേക്ക് പോവാം. അപ്പൊ ഇവിടെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. നമുക്കിവിടെ കിട്ടിയത് സെൻട്രൽ ലൈനുകൾ കിട്ടിയത് 8.36 ആണ്. അത് നമുക്കൊരു 0.70 കുറയ്ക്കുമ്പോൾ 7.66 വരും. ഓക്കെ, അടുത്തത് നമുക്ക് ഇവിടെ കിട്ടിയ സെൻട്രൽ ലൈൻ 3.18 ആണ്. അതിൽ നിന്നും 2.35 വെച്ച് ഇങ്ങോട്ടും 0.35 വെച്ച് ഇങ്ങോട്ടും വരുന്നതുകൊണ്ട് ഈ വെള്ള കാണുന്ന അത്രയും നീളത്തിൽ മാത്രം നമ്മൾ കെട്ടിയാൽ മതിയാവും. അതായത് ഇത്രയും നീളം മാത്രം ചെയ്താൽ മതിയാവും. അതിന് 2.45 എന്ന് വരും, 48 എന്ന് വരും. ഓക്കെ, അടുത്തത് നമ്മുടെ ഇൻസൈഡ് മെഷർമെന്റ് ഇവിടം തൊട്ട് ഇവിടം വരെ ആയിരുന്നു. അതിൽ നിന്നും 0.70 കുറയ്ക്കുമ്പോൾ 1.48 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ കാൽക്കുലേഷൻ. ഒരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാമോ ഈ കാൽക്കുലേഷൻ എത്രയും? എങ്ങനെയാണ് നമുക്ക് കിട്ടിയതെന്ന്? പെട്ടെന്ന് പറയൂ. ആദ്യം നമ്മളുടെ ഔട്ടർ ഡയമെൻഷൻ എടുക്കുന്നത്. അതില് സെൻട്രൽ ലൈൻ ഡിസ്റ്റൻസ് പറയുമ്പോൾ ലെങ്ത് വരുന്നത് 9.54, വിഡ്ത്ത് വരുന്നത് 8.36. അതെങ്ങനെ വെച്ചാല് 8.54 മൈനസ് ഒരു വാൾ തിക്നെസ്, അതേപോലെ തന്നെ ലെങ്തില് 9.72 മൈനസ് ഒരു വാൾ തിക്നെസ്. അങ്ങനെ രണ്ടും 8.36 9.54 കൂട്ടി ലെങ്ത് പ്ലസ് ബ്രിഡ്ത്ത് എന്നുള്ള അത് കൂട്ടിയാല് ഇൻറ്റു 2 ചെയ്യാം. അപ്പൊ നമുക്ക് പെരിമീറ്റർ കിട്ടും 35.8 കിട്ടും. ഓക്കേ, വെരി ഗുഡ്. നെക്സ്റ്റ്, പിന്നെ ക്രോസ് വാൾ എടുക്കുമ്പോൾ ഒരേപോലത്തെ 2 വാളാണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത്. അതിന് ജസ്റ്റ് ആദ്യം കാൽക്കുലേറ്റ് അതിന്റെ ലെങ്ത് നോക്കാം. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ
ഇൻസൈഡ് ഡയമെൻഷൻ എന്ന് പറയുന്നത് 8.36 ആണ് നമ്മളുടെ സെൻട്രൽ ലൈൻ മെത്തേഡിൽ വരുന്നത്. അവിടെ എന്ത് ചെയ്യുക, -0.70 കൊടുക്കുക. ഓക്കെ അപ്പൊ നമുക്ക് വരുന്നത് 7.66. അങ്ങനെ 2 വാളാണ് നമുക്കുള്ളത്. പിന്നെ വാൾ 2 എടുക്കുമ്പോൾ അതിന്റെ ഇന്നർ ഡയമെൻഷൻ എന്ന് പറയുന്നത് 3 മീറ്റർ ആണ്. അത് കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ക്രോസ് വാള് ഇന്നർ ആയ കാരണം 0.18 ഒരു വാൾ തിക്നെസ് കൂട്ടണം. അപ്പൊ നമുക്ക് കിട്ടുന്നത് 3.18 ആണ്. അതിൽ നിന്ന് എക്സ്കവേഷന്റെ ഒരു എക്സ്കവേഷന്റെ വിഡ്ത്ത് 0.70 കുറക്കണം. അപ്പോൾ 2.48 കിട്ടും. പിന്നെ വാൾ 3യുടെ കേസിൽ അവിടെ ഇന്നർ ഡയമെൻഷൻ എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. അതിന്റെ കൂടെ നമ്മൾ ഒരു വാൾ തിക്നെസ് കൂട്ടുക, അപ്പൊ 2.18 കിട്ടും. അതിൽ നിന്ന് ഒരു എക്സ്കവേഷന്റെ വിഡ്ത്ത് 0.70 കുറച്ചാൽ 1.48 കിട്ടും. ഈ 4 ഡയമെൻഷൻസ് കൂടി കൂട്ടിയതാണ് നമ്മൾ ക്രോസ് വാളിന്റെ ലെങ്ത് വരുന്നത്. അത് 19.28 മീറ്റർ വരും. അങ്ങനെ ഞാൻ കൂട്ടാൻ പറഞ്ഞില്ല. ഓക്കെ അത് ഇങ്ങനെ എഴുതേണ്ടത്. ഓക്കെ ഇതൊന്ന് വായിച്ചോ. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതണം അല്ലെ? അതെ, ഇതാണ് ഓരോ എസ്റ്റിമേഷൻ. വാള് എസ്റ്റിമേഷന്റെ ഫോർമുല ഇതാണ്. ഇതൊന്ന് വായിച്ചോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഔട്ടർ വാളിന്റെ ഫസ്റ്റ് കാണാം. അതിന്റെ ഐറ്റം 1 പിന്നെ ലെങ്ത് വരുന്നത് 35.8, പിന്നെ ബ്രെഡ്ത്ത് 0.7, ഡെപ്ത് വരുന്നത് 0.75 അതിന്റെ ഹൈറ്റ്. പിന്നെ ക്വാണ്ടിറ്റി നമ്മൾ ഇത് ഇൻറ്റു ചെയ്യുമ്പോൾ 1 × 35.8 × 0.7 × 0.75 അത് വരുന്നത് 18.795 m³ ആണ്. പിന്നെ നമ്മളുടെ റേറ്റ് എന്ന് പറയുന്നത് 800 ആണ്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 15,036. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ഇന്നർ വാള്. 2 വാളുള്ള കാരണം അവിടെ നമുക്ക് ഐറ്റം 2 കൊടുക്കേണ്ടി വരും. പിന്നെ അതിന്റെ ലെങ്ത് 7.66ഉം പിന്നെ എക്സ്കവേഷന്റെ ബ്രെഡ്ത്ത് 0.7ഉം ഡെപ്ത് 0.75ഉം. ഈ 2 × 7.66 × 0.7 × 0.75 വരുന്നത് 8.043 ആണ് m³ കിട്ടുക. പിന്നെ അത് വെച്ചിട്ട് നമ്മൾ ആവറേജ് റേറ്റ് 800 ചെയ്യുമ്പോൾ 6,434 വരും. പിന്നെ ഇന്നർ വാള് 2ന്റെ കേസിൽ വരുന്നത് ഐറ്റം നമുക്ക് 1 ആണ്. പിന്നെ 2.48 നമ്മളിപ്പോൾ എടുത്ത ലെങ്ത് കിട്ടും. പിന്നെ എക്സ്കവേഷന്റെ ബ്രെഡ്ത്ത് 0.7ഉം ഡെപ്ത് 0.75ഉം 3ഉം കൂടിയിട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 1.302 വരും m³. അതിന് ആവറേജ് റേറ്റ് ആയ 808 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1042. പിന്നെ ക്രോസ് വാളിന്റെ തേർഡ് ക്രോസ് വാളിന്റെ കേസ് വരുമ്പോൾ അത് 1 ആണ് വരുന്നത്. ലെങ്ത് 1.48ഉം 0.7 ബ്രെഡ്ത്ത് എക്സ്കവേഷന്റെ ബ്രെഡ്ത്തും ഡെപ്ത് 0.75ഉം 3ഉം കൂടി 4ഉം വരുന്നുണ്ട്. നമ്മൾ ഐറ്റം 1 ആയ കാരണം നമ്മൾ 3 എന്ന് പറയുകയാണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.77 m³ വരും. ആവറേജ് റേറ്റ് ആയ 808 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 623 വരും. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ഇനി എഴുതുന്നത്. ഇങ്ങനെ എഴുതുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണെന്നറിയാമോ? ഇങ്ങനെ എഴുതിയാൽ മാത്രമേ നമുക്ക് അടുത്ത ക്രോസ് വാൾ എടുക്കുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് ചെയ്തു പോകാൻ പറ്റും. അതായത് ബ്രിക്ക് വർക്കും പ്ലാസ്റ്ററിങ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് എളുപ്പത്തിൽ നമുക്ക് ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമ്മൾ ടോട്ടൽ എഴുതിയാൽ പലപ്പോഴും ഈ ജംഗ്ഷൻ നമുക്ക് വിഷയം ഉണ്ടാക്കും. അതേപോലെ ചിലപ്പോൾ ഫൗണ്ടേഷനിൽ മാത്രമേ കാണുള്ളൂ, മുകളിലോട്ട് ചിലപ്പോൾ വാളുകൾ ഒഴിവാക്കും. അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ നമുക്കിത് കുറയ്ക്കാനായിട്ട് എളുപ്പത്തിൽ ഈ രീതിയാണ് ഇവർ ഉപയോഗിക്കാറ്. ഓക്കെ, ഇതൊക്കെയാണോ എല്ലാവർക്കും? സാർ. ഓക്കെ. ഇനി നമ്മൾ ഇതിന്റെ എർത്ത് വർക്ക് എക്സ്കവേഷനിലേക്ക് പോകുമ്പോൾ ഒരു വ്യത്യാസവും ഇല്ല. ഈ ഡെപ്ത് എന്ന് പറയുന്നത് നമ്മുടെ കുഴിയുടെ ഡെപ്ത് ഉണ്ടായിരുന്നല്ലോ, അത് ആകെ എത്രയാകും? നേരത്തെ കഴിഞ്ഞ ദിവസം നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന സെക്ഷനിൽ 15 സെന്റിമീറ്റർ ആണ് തന്നിരുന്നത് അല്ലെ? അപ്പോൾ 15 സെന്റിമീറ്റർ ആയിട്ട് അതിൻ്റെ ഇത് മാറും. ഓക്കെ, അപ്പൊ എല്ലാം ഒന്ന് തയ്യാറാക്കാമോ എല്ലാവർക്കും? അങ്ങനെയാണെങ്കിൽ എത്ര ഇത് വരുമെന്ന്? ഇതെല്ലാം സെയിം ആയിരിക്കും. 1 × 1 ഇതെല്ലാം സെയിം ആയിരിക്കും. ഒന്ന് ചെയ്ത് നോക്കൂ.
PCC ഒരാൾക്കൊന്ന് വായിക്കാമോ? ഒരാളൊന്ന് വായിക്കൂ PCC. PCCയുടെ ഔട്ടർ വാൾ വരുമ്പോൾ നമുക്ക് നമ്മുടെ എർത്ത് വർക്ക് എക്സ്കവേഷന് വേണ്ടി എടുത്ത സെയിം തന്നെ ആയിരിക്കും ലെങ്ത് വരുന്നത്. അതിൻ്റെ ബ്രെഡ്ത്ത് വരുന്നതും സെയിം തന്നെ ആയിരിക്കും. പക്ഷേ PCCയുടെ ഡെപ്ത് മീൻസ് PCCയുടെ തിക്നെസ് നമ്മൾ കൊടുക്കുന്നത് 15 സെൻറ്റിമീറ്റർ ആണ്. അതുകൊണ്ട് അത് 0.15 ആവും. അപ്പോൾ നമ്മൾ ഔട്ടർ വാൾ എടുക്കുന്ന സമയത്ത് 35.8 ഇൻറ്റു 0.7 ഇൻറ്റു 0.15 ചെയ്യുന്ന സമയത്ത് നമുക്ക് 3.759 m³ എന്ന് കിട്ടും. ഇനി അതുപോലെ തന്നെ അത് നമ്മൾ 7,500 ആണ് നമുക്ക് റേറ്റ് വരുന്നത്, യൂണിറ്റ് റേറ്റ്. അപ്പോൾ നമുക്ക് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 28,192 എന്ന് കിട്ടും. അടുത്ത് ഇന്നർ വാൾ 1 എടുക്കുന്ന സമയത്ത് അതിനും സെയിം തന്നെയാണ്. ലെങ്ത് നമുക്ക് വ്യത്യാസം വരുന്നില്ല, നേരത്തെ പോലെ സെയിം ലെങ്ത് തന്നെ ആയിരിക്കും. അതിൻ്റെ ബ്രെഡ്ത്ത് വരുന്ന സമയത്തും ബ്രെഡ്ത്തും സെയിം തന്നെ ആയിരിക്കും. PCCയുടെ തിക്നെസ്സിലായിരിക്കും നമുക്ക് ഈ ഓരോ വാളിലും വ്യത്യാസം വരുന്നത്. അപ്പം അവിടെ നമുക്ക് 0.15 കൊടുക്കുന്നു. അവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 1.6086, അത് 7,500 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 12,064 എന്ന് വരും. അത് കഴിഞ്ഞിട്ട് ഇന്നർ വാൾ 2ഉം സെയിം തന്നെയാണ് വരുന്നത്. നമുക്ക് ലെങ്ത് സെയിം തന്നെയായിരിക്കും, ബ്രെഡ്ത്ത് സെയിം തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ ഡെപ്ത് PCCയുടെ തിക്നെസ് ആയിട്ടുള്ള 0.15 ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് 0.2604 എന്ന് വരും. അതിനെ 7,500 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 1,953 എന്ന് വരും. അതുപോലെ ഇന്നർ വാൾ 3 എടുക്കുന്ന സമയത്തും ലെങ്തും ബ്രെഡ്ത്തും സെയിം ആയിരിക്കും. ഡെപ്ത് വന്നിട്ട് PCC തിക്നെസ് ആയ 0.15. അതിനെ ക്വാണ്ടിറ്റി എടുക്കുന്ന സമയത്ത് 0.1554 എന്ന് വരും. അതിനെ m³ കൊണ്ട് അതിനെ 7,500 മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 1,165 എന്ന് വരും. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇത് ആണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്, PCCക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി. ചോദിച്ചോളൂ. ഈ ഇപ്പൊ സാർ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന റേറ്റ് നമ്മുടെ കറണ്ട് മാർക്കറ്റ് റേറ്റ് അതെ, കറണ്ട് മാർക്കറ്റ് ഞങ്ങളുടെ നാട്ടിലേതാണ്, ട്രിവാൻഡ്രത്തതാണ്. എനിക്ക് ഒരു പക്ഷേ നിങ്ങളുടെ എല്ലായിടത്തും ഒരേ റേറ്റ് ആകാനാണ് സാധ്യത. ഞാൻ തിരുവനന്തപുരം തന്നെ. അപ്പൊ ഇത് കറക്റ്റ് റേറ്റാണ്. ഓക്കെ, ഇനി ഞങ്ങളൊക്കെ വർക്ക് എടുക്കുന്ന റേറ്റുകളായിട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് നമുക്ക് വേണ്ടത് ഇതിന്റെ RR ആണ്. RRലേക്ക് പോകുന്ന സമയത്ത് വരുന്നത് നമുക്ക് സെൻട്രൽ ലൈനിൽ വ്യത്യാസമില്ല, ഓൾറൗണ്ട് ഒരു വ്യത്യാസവും ഇല്ല. പക്ഷെ വരുന്നത് ഈ അകത്ത് വരുന്നത് നമ്മൾ അന്ന് കണ്ടായിരുന്നു 60 സെന്റിമീറ്റർ ആണ് വരുന്നത്. അപ്പൊ 70 നിന്നും 60ലേക്ക് പോകുന്നത് കൊണ്ട് 10 സെന്റി വീതം നമ്മുടെ നേരത്തെ അളവിനേക്കാൾ. ഓക്കെ, അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്നുകൂടെ ഒരു വീഡിയോ ആയിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം പാറയുടേത് കൂടുന്നത് എങ്ങനെയെന്ന്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ കാണാം, നോക്കാം. ഇവിടെ ഇതാണ് നമ്മുടെ സെൻട്രൽ ലൈൻ, ഇതാണ് നമ്മുടെ അടുത്ത സെൻട്രൽ ലൈൻ ഇങ്ങനെ പോകുന്നത്. അപ്പൊ ഈ സെൻട്രൽ ലൈൻ വരുന്ന സമയത്ത് ഇവിടത്തെ ലെങ്തിൽ ഇവിടത്തെ പാറകെട്ടിന്റെ കുറച്ച് ഭാഗം ഇതിലോട്ട് കയറി വരും. അതേസമയം നമ്മുടെ ക്രോസ് വാളിൽ വരുമ്പോൾ ഇതാ ഇത്രയും കുറച്ച് ചെയ്താൽ മതിയാവും. സെൻട്രൽ ലൈൻ ഇവിടെ ആയിരിക്കും നിൽക്കുന്നത്. അപ്പൊ ഇത്രയും ദൂരം നമുക്ക് കുറയും, അത് 30 സെന്റി ആയിരിക്കും. അപ്പൊ നേരത്തെ നമ്മൾ 35 35 70 എടുത്തത് കൊണ്ട് ഇവിടെ 30 30 60 വരുന്നതുകൊണ്ട് നമുക്ക് ഇതിന്ന് ഈ ലെങ്തിൽ നിന്ന് നമ്മൾക്ക് ഇങ്ങനെ വരുന്ന ഒരു ക്രോസ് വാളിന്റെ സെൻട്രലിൽ നിന്നും ഒരു 30 നമ്മൾ കുറയ്ക്കുക, അപ്പുറത്ത് 30 കുറയ്ക്കുക, അപ്പൊ 60 കുറയ്ക്കും. അടുത്ത് വരുന്ന ക്രോസ് വാളില് 45 വരികയാണെങ്കിൽ നിങ്ങൾ 45 കുറയ്ക്കും. ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച തിയറി. അപ്പൊ ഇവിടെ വന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതിൽ നേരെ ഇങ്ങനെ മാത്രമേ ക്രോസ് വാൾ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഈ ഒരു ഡയറക്ഷനിൽ മാത്രമേ നമുക്ക് ക്രോസ് വാൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് സൈഡിലേക്ക്, അതായത് തിരിച്ചും കൂടി ക്രോസ് വാൾ വരും. ഇങ്ങനെ മാത്രമേ നമുക്ക് അന്ന് നേരത്തെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇവിടെയും ഇങ്ങനെ നമ്മൾ പക്ഷേ ഇപ്പൊ ആൾറൗണ്ട് കെട്ടിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെയും കൂടി ക്രോസ് വാൾ. അപ്പോൾ ഓരോ ക്രോസ് വാളിനും നമുക്ക് ഓരോ ഇത് വെച്ചിട്ട് കുറയണം.
ഓക്കെ, നമുക്ക് ഈ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും. കാര്യം ഞാൻ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ സാധാരണ എല്ലാവരും ചിന്തിക്കുന്നത് നമുക്ക് QS എന്ന് പറയുന്നത്, അതായത് ക്വാണ്ടിറ്റി സർവേ പഠിച്ചവർക്കൊന്നും തന്നെ ജോലി കൊടുക്കാറില്ല, വലിയ ജോലിയൊന്നും കിട്ടാറില്ല. കാരണം അവർക്ക് കിട്ടുന്നത് ആകട്ടെ ഒരു എഞ്ചിനീയർ, അതായത് ഒരു ക്വാണ്ടിറ്റി സർവേയുടെ ജൂനിയർ ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഇപ്പൊ എന്നെ പോലൊരു കോൺട്രാക്ടർ നിങ്ങളെ ജോലിക്ക് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന സൈറ്റ് വർക്കും ഓഫീസ് വർക്കും ബില്ലിന്റെ വർക്കും കൂടെ അറിയണം. ബില്ലിങ്ങിൽ നമുക്ക് എത്രയായിരിക്കും കിട്ടുന്നത്? നിങ്ങളിപ്പോൾ ധരിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾ ഈ എസ്റ്റിമേറ്റ് എടുക്കുന്ന എമൗണ്ട് തന്നെ ബില്ല് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടണമെന്നില്ല. അത് പലപ്പോഴും കുറയാറുണ്ട്. അത് നമ്മൾ ബ്രിക്ക് വർക്കിലേക്കൊക്കെ പോയി കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇവിടെയും പാറകെട്ടിലും ഏതാണ്ടൊക്കെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഞാനത് സെൻട്രൽ ലൈൻ മെത്തേഡിന്റെ ഡിഫക്റ്റ് ആണ് നമ്മൾ സെറ്റിംഗ് ഔട്ട് നടത്തുന്നത്. അതിന്റെ ഡിഫക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അത് പിടികിട്ടുള്ളൂ. അതായത് നിങ്ങളിപ്പോൾ ഈ എസ്റ്റിമേറ്റ് വെച്ചെടുക്കുന്ന സാധനം സൈറ്റിൽ ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. സൈറ്റിൽ എടുക്കുമ്പോൾ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. അത് ഞാൻ അവസാന ക്ലാസ്സുകളിൽ പറഞ്ഞുതരാം. അതായത് നമ്മൾ കോളേജിൽ പഠിക്കുന്ന രീതിയിലുള്ള എസ്റ്റിമേറ്റിന്റെ അത്രയും ക്വാണ്ടിറ്റി ഒരു കാരണവശാലും സൈറ്റിൽ ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഓഫ്സെറ്റിന്റെ വിഷയങ്ങൾ വരും. ഇപ്പൊ നമ്മൾ തിയറിയിൽ നമ്മൾ ഇങ്ങനെയൊക്കെ പറയും, എസ്റ്റിമേറ്റ് എടുക്കുന്ന സമയത്തും നമ്മൾ ഇതുപോലെ കണ്ടുപിടിക്കും. ഓക്കെ, പക്ഷെ സൈറ്റിൽ ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റിയിൽ കുറവുണ്ട്. അതായത് നിങ്ങളൊരു 50 ലക്ഷം രൂപയുടെ വർക്ക് നമ്മൾ M³ റേറ്റിൽ ഇട്ടെടുത്തിട്ട് സ്ക്വയർ ഫീറ്റിൽ നോക്കുമ്പോൾ 2000 രൂപ എന്ന് പറഞ്ഞിരുന്നിട്ട് ആ റേറ്റ് ഒരിക്കലും M³ റേറ്റിൽ മെഷർമെന്റ് ചെയ്താൽ ആ 50,000 രൂപ, ആ 50 ലക്ഷം കിട്ടത്തില്ല. ഒരു 5 ലക്ഷം രൂപയോളം എററായിട്ട് പോകും. ആ എറർ എങ്ങനെയാണ് വരുന്നത് എന്ന് ഈ സൈറ്റിൽ നിന്ന് വർക്ക് ചെയ്തിട്ട് ബില്ല് തയ്യാറാക്കുന്ന ഒരാൾക്ക് മാത്രമേ മനസ്സിലാവൂ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു എറർ വരുന്നത്? ആ എറർ ഒഴിവാക്കാനും കൂടെ കഴിയുന്ന രീതിയിലായിരിക്കണം നമ്മളെ റേറ്റ് അനലൈസ് ചെയ്യുന്ന സമയത്ത് റേറ്റ് ഇടേണ്ടത്. എങ്കിൽ മാത്രമേ ആ സ്ക്വയർ ഫീറ്റ് റേറ്റും നമ്മൾ ചെയ്യുന്നതുമായിട്ട് കറക്റ്റ് ആവും. ഞാനിപ്പോൾ പറഞ്ഞത് പലർക്കും പിടികിട്ടി കാണണമെന്നില്ല, പ്രത്യേകിച്ച് പുതിയതായിട്ടുള്ള ആൾക്ക്. എന്നാലും നിങ്ങൾ മനസ്സിലാക്കുക, ഒരു എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം, നല്ലൊരു ക്വാണ്ടിറ്റി സർവേയറെ സംബന്ധിച്ചിടത്തോളം, അവന് ഇതുപോലെ ഞാനിപ്പോൾ ഈ പഠിപ്പിക്കുന്നത് പോലെ പേപ്പറിലെ വർക്ക് മാത്രം അറിഞ്ഞാൽ പോരാ, ആ വർക്ക് സൈറ്റിൽ എങ്ങനെ ചെയ്യുമെന്നും, ആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തിയറിയിൽ നമ്മൾ കോളേജിൽ പഠിച്ച അല്ലെങ്കിൽ ഞാനിപ്പോൾ പഠിപ്പിച്ച എസ്റ്റിമേറ്റിൽ നിന്ന് എന്തൊക്കെ മാറ്റിയാലാണ് നമുക്ക് സൈറ്റിൽ കൃത്യമായിട്ട് ആ ബില്ലിങ് ചെയ്യാൻ പറ്റുന്നെന്നും, അങ്ങനെ ചെയ്യുന്നതിലൂടെ എന്തൊക്കെ കുറവ് വരുമെന്നും, ആ കുറവ് മൂലം നമുക്ക് ബില്ല് തയ്യാറാക്കുമ്പോൾ ആ എമൗണ്ട് കൃത്യമായിട്ട് പാസ്സാകാറില്ല. അതെന്താണെന്ന് നമുക്ക് അടുത്ത വരുന്ന ക്ലാസ്സിൽ, ആദ്യം നമുക്ക് എസ്റ്റിമേറ്റ് നന്നായിട്ട് പഠിക്കാം. അതായത് നമുക്ക് ആദ്യം തിയറി പഠിക്കാം, ഓഫീസ് വർക്ക് പഠിക്കാം. അതിനുശേഷം ഞാനിപ്പോൾ ഈ സൈറ്റ് കാണിച്ചത് നിങ്ങൾക്ക് ഇപ്പോൾ സൈറ്റ് കാണിക്കുമ്പോൾ ഒന്നായിരിക്കും, അത് കഴിഞ്ഞ് പ്രാക്ടിക്കലി ചെയ്യുന്ന സമയത്തുള്ള ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ ഇപ്പം നിങ്ങൾ പഠിക്കുന്ന രീതിയിൽ ഒരിക്കലും നമുക്ക് സൈറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ നമ്മൾ കോളേജിലും മറ്റും പഠിക്കുന്ന രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ അത് ഞാനിപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇത് കറക്റ്റ് ചെയ്ത് തരാം. അതുകൊണ്ട് നിങ്ങൾക്ക് പലപ്പോഴും തോന്നിപ്പോൾ ഞാൻ എന്തിനാ ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ സൈറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, നമുക്ക് കണ്ടിന്യൂ ചെയ്യാമല്ലോ. ആർക്കെങ്കിലും കുറച്ച് പേർക്കെങ്കിലും പിടിയിട്ടുണ്ടോ? ഏതെങ്കിലും കോൺട്രാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവും. ഇല്ലാത്തവർക്ക് പിടികിട്ടത്തില്ല. കാരണം വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവർക്കും ബില്ല് തയ്യാറാക്കിയ എക്സ്പീരിയൻസ് ഉള്ളവർക്കും മാത്രമേ നമ്മളിപ്പോൾ ഈ എടുക്കുന്ന എസ്റ്റിമേറ്റ് ഒരിക്കലും സൈറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാവും. അങ്ങനെ ചെയ്താൽ ഇത് വയലേഷൻ ആവും, നമ്മുടെ ഒരുപാട് പൈസകളും. ഓക്കെ, ഞാനിത് അടുത്ത ഈ എസ്റ്റിമേറ്റ് നമുക്ക് പഠിച്ചിട്ട് തുടങ്ങാം. ശരി, ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് നമുക്കിവിടെ പാറ കെട്ടുന്ന സമയത്ത് നമ്മൾ ഇത്രയും വീതിയിൽ പാറ കെട്ടുന്നത് കൊണ്ട്, ഇവിടെയും ഇത്രയും വീതിയിൽ നമ്മൾ സെൻട്രൽ ലൈൻ കെട്ടുന്നത് കൊണ്ട് നമുക്ക് ഇതിന്റെ സെൻട്രൽ ലൈനിൽ നിന്നുള്ള ഇതിന്റെ സെൻട്രൽ ലൈനിലേക്കുള്ള ഈ ദൂരത്തിൽ ഇത്രയും കുറവുകൾ നമുക്ക് സംഭവിക്കും. അടുത്ത് ഞാൻ ഇതിന്റെ അകത്തോട്ട് വെച്ച് കെട്ടുകയാണെങ്കിൽ അത്രയും കൂടെ കൂടുതൽ ഞാൻ കെട്ടേണ്ടി വരും. അത് നമുക്ക് അടുത്തതിൽ നോക്കാം. നമുക്ക് എന്തായാലും ഈ വീഡിയോ ഒന്ന് കാണാം, നോക്കാം.
ഇപ്പൊ ഇവരുടെ മെഷർ ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. ആ മെഷർ ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് അത് മനസ്സിലാവുള്ളൂ ഇതിൽ എവിടെയാണ് തെറ്റ് പറ്റിയത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ നോക്കാം, ആ ക്രോസ് വാളുകൾ 4 സൗണ്ടിലും ഇത് എടുക്കുന്നതാണ് നമ്മൾ ആദ്യം കണ്ടത്. അതുകൊണ്ട് സെൻട്രൽ ലൈനിൽ വ്യത്യാസമില്ല. പക്ഷെ ക്രോസ് വാളുകളുടെ ലെങ്തിൽ വ്യത്യാസം വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇത് നമ്മളിവിടെ ഇത് കണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇനി എർത്ത് വർക്ക് സെക്ഷൻ കഴിഞ്ഞു. നമ്മുടെ PC പാറകെട്ടിലേക്ക് പോവുകയാണ്. പാറകെട്ടിൽ നമുക്ക് വരേണ്ടത്, നേരത്തെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു എളുപ്പ മാർഗം പറഞ്ഞു തന്നായിരുന്നു. ഇനി നിങ്ങൾക്ക് ഇതിൽ നോക്കാം. ഇവിടെ നോക്കുമ്പോൾ PCC കഴിഞ്ഞു. പാറകെട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതാണ് അടുത്ത കാൽക്കുലേഷൻ. ഇവിടെ നമുക്ക് 30 സെന്റി 60 സെന്റിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് 8.36 അപ്പൊ ഈ 8.36 നിന്നും ഒരു 30 സെന്റി ഇവിടെ കുറയ്ക്കുക, ഇപ്പുറത്ത് 30 സെന്റി കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 60 സെന്റി നമ്മൾ കുറയ്ക്കുക. അപ്പൊ 8.36 മൈനസ് 60. അടുത്തത് നമ്മുടെ ഇവിടുത്തെ സെൻട്രൽ ലൈൻ നിങ്ങൾക്ക് കാണാനറിയാം 3.18 ആണ്. അതിൽ നിന്നും നമ്മൾ ഒരു 60 സെന്റി നമ്മൾ കുറയ്ക്കേണ്ടി വരും. ഓക്കെ, അടുത്തത് ഇത് 2.18 ആണ്. ഇതിൽ നിന്നും നമുക്ക് ഒരു 60 സെന്റി നമ്മൾ കുറയ്ക്കേണ്ടി വരും. അപ്പോ 3.80 മൈനസ് 0.6. അടുത്ത് 3.18 മൈനസ് 0.6. അടുത്തത് 2.18 മൈനസ് 0.6. അപ്പൊ നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റി ഇതാണ്. അപ്പൊ നമുക്ക് 7.76, 2.58, 1.58 ഇതാണ് നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റികൾ. ഓക്കെ ആണോ? അപ്പൊ ഇതൊന്നും ഒരാൾക്ക് പറയാമോ എങ്ങനെയാണ് 7.76ഉം 2.58ഉം 1.58ഉം കിട്ടിയത്? സാർ, പറഞ്ഞോളൂ. ഔട്ടർ വാളിന്റെ മെഷർമെന്റിൽ നമുക്ക് മാറ്റം വരത്തില്ല. ഇന്നർ വാളിന്റെ മെഷർമെന്റ് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ PCC നമുക്ക് 70 സെന്റിമീറ്റർ വിഡ്ത്തിലായിരുന്നു ചെയ്തത്. അപ്പം റാൻഡം റബിൾ മെഷീനറി വരുന്ന സമയത്ത് നമ്മളത് 60 സെന്റിമീറ്റർ വിഡ്ത്തിലായിരിക്കും ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിന്റെ ഹൈറ്റ് വന്നിട്ടും 60 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നർ വാളിന്റെ ഡയമെൻഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ റൂമിന്റെ ഉള്ളിൽ എടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു വാൾ തിക്നെസ് പ്ലസ് ചെയ്യുന്ന സമയം നമുക്ക് ഇത് സെൻട്രൽ ലൈൻ ഡിസ്റ്റൻസ് കിട്ടും. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഇപ്പോൾ കെട്ടുന്ന വാൾ, അതായത് നമ്മുടെ ഈ റാൻഡം റബിൾ മെഷീനറിയുടെ വിഡ്ത്ത് വന്നിട്ട് 60 സെന്റിമീറ്റർ ആയതുകൊണ്ട് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് സൈഡും 0.30 കുറയ്ക്കണം. അതിനെ എളുപ്പമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സെൻട്രൽ ലൈൻ ഡിസ്റ്റൻസിൽ നിന്ന് 0.60 ഒന്നിച്ച് മൈനസ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഓരോ ഇന്നർ വാൾസിനും എന്ത് ചെയ്യുന്നു, രണ്ട് സൈഡിലെയും 0.30 ഒന്നിച്ച് 0.60 ആയിട്ട് മൈനസ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ റാൻഡം റബിൾ മെഷീനറിയുടെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇന്നർ വാളിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതാണ് എന്റെ കാൽക്കുലേഷൻ. ഒരാൾ വായിക്കും. അപ്പൊ എന്താണ് കിട്ടുന്നത് വായിക്കും, ക്വാണ്ടിറ്റികളൊന്ന് വായിക്കും. നിങ്ങൾ എല്ലാവരും ഒക്കെ വർക്ക് ചെയ്തില്ലെങ്കിൽ ഞാനിത് നിർത്തും കേട്ടോ. ഔട്ടർ വാളിൽ നമ്മൾ ലെങ്ത്തിൽ വ്യത്യാസമില്ല, 35.8 വരുന്നത്. ബ്രെഡ്ത്തിൽ അത് 0.6 ആയി, ഡെപ്തും 0.6 തന്നെ. പിന്നെ വരുന്നത് അതിന്റെ ടോട്ടൽ ക്വാണ്ടിറ്റി 35.8 ഇൻറ്റു 0.6 ഇൻറ്റു 0.6 12.88 അത്രയും മീറ്റർ ക്യൂബ് ക്വാണ്ടിറ്റി കിട്ടും. അതിനെ റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 90,160 വരുന്നു. അടുത്തത് ഇന്നർ വാളിലോട്ട് വരുമ്പോൾ രണ്ട് ഇന്നർ വാൾസ് ഉണ്ട്. വൺ ഇന്നർ വാളിൽ 2 ഉണ്ട്. അതിന്റെ ലെങ്ത് വരുന്നത് 7.76. അത് വന്നത് നമ്മളെ നേരത്തെ ആ ഇന്നർ വാൾ എടുത്ത് അതിൽ നിന്ന് നമ്മൾ അതിന്റെ ഡിസ്റ്റൻസ് കുറച്ചത് വന്നിട്ടാണ്.
ആ ക്വാണ്ടിറ്റി വരുന്നത് ബ്രെഡ്ത്ത് 0.6 ഡെപ്ത് 0.6 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി 5.58 വരുന്നു. റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 39,110 റുപ്പീസ് വരുന്നു. അടുത്ത ഇന്നർ വാൾ 2 വരുന്നത് ലെങ്ത് 2.58 ബ്രെഡ്ത്ത് 0.6 ഡെപ്തും 0.6 അതിന്റെ ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.928 അത്രയും മീറ്റർ ക്യൂബ് വരുന്നു. റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6,502 റുപ്പീസ് വരുന്നു. അടുത്ത ഇന്നർ വാൾ 3 ഒരു ക്വാണ്ടിറ്റി ഉള്ളു. ലെങ്ത് വരുന്നത് 1.58 ബ്രെഡ്ത്ത് 0.6 തന്നെ ഡെപ്തും 0.6 ക്വാണ്ടിറ്റി വരുന്നത് 0.568 മീറ്റർ ക്യൂബ്. അതിന് റേറ്റ് വരുന്നത് 7,000 ആണ്. ഓക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3,982. ഓക്കെ ഓക്കെ അപ്പൊ ഇതാണ് ഞാൻ ഇനി അടുത്തൊരു എളുപ്പമാർഗം നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നായിരുന്നു. അതായത് നിങ്ങൾക്ക് ആദ്യത്തെ സെൻട്രൽ ലൈൻ കണ്ടുപിടിക്കുന്നതിന് മാത്രമേ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ഇവിടെ നമുക്ക് ഈ ഒരു ലൈൻ മാത്രം നമ്മൾ കണ്ടുപിടിക്കാനാണ് ബുദ്ധിമുട്ട്. അത് കഴിഞ്ഞാൽ പിന്നീട് ഇത് സെയിം തന്നെയാണ് ഇവിടെയും വന്നിട്ട് ഇവിടെ നമ്മൾ എന്താക്കി 0.75 ആക്കി. ഇതിനെ PCCയിലേക്ക് ചെന്നപ്പോൾ നമ്മുടെ കനം മാത്രം കുറഞ്ഞു. 0.75 എന്നുള്ളത് 0.15 ആയി. ബാക്കി വ്യത്യാസങ്ങളൊന്നുമില്ല. അടുത്ത് ഇവിടെ ആദ്യത്തെ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും സെൻട്രൽ ലൈനിൽ വ്യത്യാസം വരില്ല. 0.6നും 35.8 തന്നെ എല്ലായിടത്തും അത് തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ ഫൗണ്ടേഷന്റെ PCCയുടേതും എർത്ത് വർക്കേഴ്സിൻ്റെതും 70 ഇവിടെ 60 ആയതുകൊണ്ട് ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആയ 10 സെന്റിമീറ്റർ ഇതിന്റെ കൂടെ കൂട്ടിയാൽ മതിയാവും. 7.76ന്റെ കൂടെ 10 സെന്റി കൂട്ടുക. അടുത്തത് ഇതിൻ്റെതിനെയും ഇത് 70 PCCയുടെ 70 ഇവിടെ 60 ഉള്ളൂ. അതിന്റെ ഡിഫറൻസ് ആയ 10 സെന്റിമീറ്റർ കൂടെ ഇതിൻ്റെ കൂടെ കൂട്ടുക. ഇനി അടുത്തത് ഇതിന്റെ ഇതും 1.48 നമുക്ക് ലെങ്ത് കിട്ടിയത്. പക്ഷെ ഇവിടെ 0.6 ആയതുകൊണ്ട് ഇവിടെ അതിൻ്റെ കൂടെ 10 സെന്റി കൂടെ കൂട്ടുക. അപ്പൊ ഇതാണ് ഏറ്റവും എളുപ്പമാർഗമായിട്ട് വരുന്നത്. നമ്മൾ കൂടുതൽ കിടന്ന് കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും പോകേണ്ട കാര്യമില്ല. എത്രയാണോ നമ്മുടെ ഫൗണ്ടേഷന്റെ വിഡ്ത്ത് അതിന് എത്ര കുറയുന്നോ അതിന്റെ ഡിഫറൻസ് ഈ സെൻട്രൽ ലൈനോട് കൂടി കൂട്ടിക്കൊണ്ടിരുന്നാൽ നമുക്ക് കൃത്യമായിട്ട് ആൻസർ കിട്ടിക്കൊണ്ടിരിക്കും. ഇത് നമുക്ക് എക്സലിൽ സെറ്റ് ചെയ്തിടാവുന്നതേ ഉള്ളൂ. ഇത് മൈനസ് ഇത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ എക്സലിൽ നിങ്ങൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്തു പോകാനായിട്ട് പറ്റും. ഇല്ലെങ്കിലും നമുക്കിതൊന്ന് വെരിഫൈ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. ഇത് തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ടൊക്കെ ഞങ്ങൾ ഇപ്പോൾ ഒരു എസ്റ്റിമേറ്റ് ഒക്കെ നമ്മുടെ അടുത്ത് കൊണ്ടുവരുമ്പോൾ അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാൻ ഞങ്ങൾ ഉപയോഗിക്കുന്ന മാർഗമാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. ഒന്നുകൂടി പറയാം. ഫസ്റ്റ് ഈ സെൻട്രൽ ലൈൻസ് ചെക്ക് ചെയ്യുക. ദെൻ ഇതിൻ്റെ ഇവിടെ നിന്ന് ക്വാണ്ടിറ്റിയിൽ നിന്നും ഈ ഒരു വ്യത്യാസത്തിന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇതെല്ലാം സെയിം ആയിരിക്കും. കാരണം PCCയുടെ തിക്നെസ്സും എർത്ത് വർക്ക് എക്സ്കവേഷന്റെ തിക്നെസ്സും അതായത് വിഡ്ത്തും തുല്യം. ഇനി ഇവിടെ വിഡ്ത്ത് 0.6 ആയതുകൊണ്ട് ആദ്യത്തെ ഔട്ടറിൽ ആൾറൗണ്ടിൽ വരുന്നതിന് വ്യത്യാസമില്ല. ബാക്കി എല്ലാത്തിനും ഇതിന്റെ ഡിഫറൻസ് ആയ 10 സെന്റിമീറ്റർ വീതം ഇതിന്റെ കൂടെ കൂടി. അങ്ങനെയാണെങ്കിൽ അടുത്തതിന് എത്ര വരും? നമുക്ക് അതിന്റെ ഒരു വീഡിയോ കൂടെ നോക്കിയിട്ട് നമുക്ക് പോകാം. പറഞ്ഞോളൂ. സാർ ഒരു ഡൗട്ട്, ആ റേറ്റ് നമ്മൾ കൊടുക്കല്ല, അത് എന്തിന്റെ ശരിക്കും റേറ്റ് കൊടുക്കുന്നത്? ഏതാ നമ്മള് ആ കോളത്തില് റേറ്റ് എന്ന് പറഞ്ഞ കോളം കൊടുക്കുന്നില്ലോ, ആ റേറ്റ് ശരിക്കും മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ് അതൊക്കെയാണോ റേറ്റ്? അതെ അതെ അതെ. ആ റേറ്റ് കണ്ടുപിടിക്കുന്നതിനെ കുറിച്ച് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. ഞാനതാ പറഞ്ഞത്, ബില്ല് തയ്യാറാക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് ഇപ്പോൾ ആദ്യം അടുത്ത് പഠിക്കാം. നമുക്ക് എല്ലാം കൂടി ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ് സെൻട്രൽ ലൈൻ, എങ്ങനെയാണ് നമ്മൾ സെൻട്രൽ ലൈൻ കറക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്കിപ്പോൾ പഠിക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് റേറ്റ് അനലൈസിങ്. ഇപ്പോൾ ഒരു M³ ഇത്ര രൂപയാണ് റേറ്റ് എന്ന് മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ ആണോ? അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫൗണ്ടേഷന്റെ പുറത്ത്
നമ്മൾ ബേസ്മെന്റ് കെട്ടുന്ന സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത പാറകെട്ടിനേക്കാൾ ലേശം അകത്തോട്ട് വെച്ചിട്ടായിരിക്കും നമ്മൾ കെട്ടുന്നത്. ഒരു ഓഫ്സെറ്റ് അവിടെ വരും. ഇപ്പൊ ഇവിടെ നോക്കിയാൽ ഈ ഒരു ഇതില് നമുക്ക് 60-ൽ നിന്നും 70-ലേക്കാണ് നമ്മൾ പോകുന്നത്. പോയത് അടുത്തത് 60-ൽ നിന്നും 45-ലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ താണ്ട് ഇവിടെ ഇങ്ങനെ ഒരു 7.5 സെന്റിയുടെ ഒരു കുറവുണ്ടാവും. ആ 7.5 സെന്റിയുടെ കുറവ് അപ്പുറവും ഇപ്പുറവും ഉണ്ടാകുന്നുണ്ട്. ഈ ഡിസ്റ്റൻസിലൂടെ 7.5 സെന്റി കൂടും. അപ്പൊ 7.5 15 സെന്റി കൂടും. ഒന്നുകൂടെ നോക്കാം. നമ്മുടെ ഫൗണ്ടേഷൻ കെട്ടുന്ന സമയത്ത് ഇത് 30 സെന്റി ആയിരുന്നു നമ്മുടെ സെൻട്രൽ ലൈൻ. അപ്പോൾ അതിന്റെ മുകളിൽ നമ്മൾ ബേസ്മെന്റ് കെട്ടുമ്പോൾ 22.5 അതായത് 60 മൈനസ് 45 സമം 15. അപ്പോൾ ഈ സൈഡിൽ നിന്നും ഒരു 7.5 സെന്റി അകത്തോട്ട് പിടിച്ചിട്ടായിരിക്കും നമ്മൾ പാറ കെട്ടുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെയുള്ള ഡിസ്റ്റൻസിൽ 7.5 സെന്റി ഒരു സൈഡിൽ കൂടും, ഇപ്പുറത്തെ സൈഡിലും 7.5 കൂടും. അങ്ങനെ 15 കൂടും. അപ്പൊ ആ 15 സെന്റി നമ്മൾ ഇതിൻ്റെ കൂടെ കൂട്ടിയാൽ മതിയാവും. ഇല്ലെങ്കിൽ നിങ്ങൾ സെൻട്രൽ ലൈൻ ഡിസ്റ്റൻസിൽ നിന്ന് 45 കുറച്ചാലും മതിയാവും. ശരി, നിങ്ങൾക്ക് ഇത് ഒന്നുകൂടെ നോക്കാം. ആ വീഡിയോ ഒന്നുകൂടെ നോക്കാം. അവിടെ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ കഴിയും. അവിടെ ഇവിടെ പാറ കെട്ടിയേക്കുന്നത്, ബേസ്മെന്റിലേക്ക് പാറ കെട്ടുന്നത് ഇവിടെ നിന്നും കുറച്ച് അകത്തോട്ട് വെച്ചിട്ടാണ്. കണ്ട ഒരു 7.5 സെന്റി അകത്തോട്ട് പിടിച്ചിട്ടാണ് നമ്മൾ പാറ. അതുകൊണ്ട് തന്നെ ഈ ഡിസ്റ്റൻസിൽ 7.5 സെന്റിയുടെ കൂടും. ഒരു സൈഡിൽ 7.5 സെന്റി, അപ്പൊ ഇപ്പുറത്തെ സൈഡിലും 7.5 സെന്റി കൂടും. അങ്ങനെയാണ് നമുക്ക് 15 സെന്റി കൂടുന്നത്. ആ 15 സെന്റി കൂടുന്നത് നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത ഇതിൻ്റെ കൂടെ, അതായത് നേരത്തെ ഉണ്ടായിരുന്ന 60 സെന്റിയിൽ എത്രയായിരുന്നോ നമ്മുടെ ലെങ്ത്, അതിൻ്റെ കൂടെ കൂട്ടുക. ഇതാണ് നമ്മുടെ ബേസിക് തിയറി. എന്ന് വെച്ചാൽ ദാ ഇങ്ങനെ വരും. അപ്പോൾ 35 പോയിന്റ്, അതിൻ്റെ ഒരു പിക്ചർ കൂടെ നമുക്ക് നോക്കാം. അവരൊക്കെ വായിക്കാവോ? കുറേ പേരെൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് സബ്ജക്റ്റുകളൊക്കെ ചോദിച്ചു. പക്ഷേ സബ്ജക്റ്റ് ചോദിച്ചതിൻ്റെ അത്രയിൽ ആകെ 3 പേരാ ഈ കാര്യങ്ങൾ പറയാം. അപ്പോൾ ഈ ചോദിച്ചവരൊന്നും തന്നെ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ മാത്രം ഇങ്ങനെ എന്തിനു അധ്വാനിക്കുന്നു എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ കുറച്ച് പേരൊക്കെ ഇതിൽ പങ്കെടുക്കുകയും അഭിപ്രായങ്ങളൊക്കെ പറയുകയും കൂടെയൊക്കെ ചെയ്താൽ ഞാൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എസ്റ്റിമേറ്റിൻ്റെ ക്ലാസ്സോട് കൂടി തീരും. എപ്പോഴും സ്ഥിരം പറയുന്ന 2-3 പേരുണ്ട്, അല്ലാതെ വേറെ ആരും മിണ്ടുന്നില്ല. ആവശ്യമുണ്ടോ ഈ ക്ലാസ്? ഉണ്ടെങ്കിൽ വേറെ ആൾ പറയും. ആരുമില്ല. ആരെങ്കിലും പെട്ടെന്ന് പറയും. സമയം പോകുന്നു. സമയം പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. പറഞ്ഞു. ഇപ്പൊ നമ്മൾ അടുത്ത ബേസ്മെന്റ്, ഫൗണ്ടേഷന്റെ മുകളിൽ വരുന്ന ബേസ്മെന്റ് ആണ് ഇപ്പൊ എസ്റ്റിമേഷൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഓൾ അറൗണ്ട് വരുന്നത് സെയിം തന്നെ ആയിരിക്കും. സെൻട്രൽ ലൈൻ ഡിസ്റ്റൻസിൽ വേറെ മാറ്റം വരത്തില്ല. അടുത്ത ഇന്നർ വാളിന്റെ ഡിസ്റ്റൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പോഴത്തെ ഇതിന്റെ ബേസ്മെന്റ് വിഡ്ത്ത് എന്ന് പറയുന്നത് 45 സെന്റിമീറ്റർ, ഹൈറ്റും ഡെപ്തും 45 സെന്റിമീറ്റർ ആണ് വരുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ എടുത്ത സെൻട്രൽ ലൈൻ ഡിസ്റ്റൻസ്, അതായത് നമ്മൾ റൂമിന്റെ ഇന്നർ ഡയമെൻഷൻ എടുത്തിട്ട് അതിന്റെ കൂടെ ഒരു വാൾ തിക്നെസ് കൂട്ടി കിട്ടുന്ന സെൻട്രൽ ലൈൻ ഡിസ്റ്റൻസിൽ നിന്ന് നമ്മൾ 45 ആയതുകൊണ്ട് രണ്ട് സൈഡ് നമുക്ക് ഓഫ്സെറ്റ് വരുന്നത് 7.5 7.5 എന്നായിരിക്കും കുറയ്ക്കേണ്ടി വരുന്നത്. അപ്പോൾ അത് കുറയ്ക്കാനായിട്ട് നമ്മൾ എളുപ്പത്തിൽ കുറയ്ക്കാനായിട്ട് എളുപ്പത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് ഒരു ബേസ്മെന്റിന്റെ വാൾ തിക്നെസ് കംപ്ലീറ്റ് ആയിട്ട് കുറയ്ക്കുന്നു. അതായത് 45 നമ്മൾ ഒന്നിച്ച് കുറയ്ക്കുന്നു. അങ്ങനെ നമുക്ക് ഓരോ ഇന്നർ വാളിന്റെ ഡിസ്റ്റൻസ് എടുക്കുന്ന സമയത്ത് വാൾ സെൻട്രൽ ലൈൻ ഡിസ്റ്റൻസ് എടുത്തിട്ട് അതിൽ നിന്ന് ഒരു ബേസ്മെന്റ് വാളിന്റെ തിക്നെസ് കുറയ്ക്കുന്ന സമയത്താണ് നമുക്ക് ഓരോ വാളിന്റെ ലെങ്ത് കിട്ടുന്നത്. അതിന് ആ ലെങ്ത് കിട്ടി അതിന് ഡെപ്ത് ഇൻറ്റു ഹൈറ്റ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതുന്നത് ഇങ്ങനെ ഇരിക്കും.
ഓക്കെ, ഇവരൊക്കെ ഒന്ന് വായിക്കാമോ? ബേസ്മെന്റിനെ കുറിച്ച് ഒന്ന് വായിക്കാമോ? ബേസ്മെന്റ് ഔട്ടർ വാൾ വന്നിട്ട് സെയിം ലെങ്ത് തന്നെ ആയിരിക്കും. സെൻട്രൽ ലൈൻ ഡിസ്റ്റൻസ് ഔട്ടർ വാൾ വന്നിട്ട് 35.8 തന്നെ വരും. അതുപോലെ തന്നെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് ബേസ്മെന്റ് ഡയമെൻഷൻ 45 ആയതുകൊണ്ട് ബ്രെഡ്ത്ത് 45 ആവും. അതുപോലെ തന്നെ ഡെപ്ത് 45 ആവും. അപ്പോൾ നമുക്ക് ടോട്ടൽ ക്വാണ്ടിറ്റി വന്നിട്ട് L/B/H, അപ്പോൾ 7.2495 എന്ന് വരും. അതിന് നമ്മൾ 7000 ആണ് നമുക്ക് യൂണിറ്റ് റേറ്റ് എന്ന് വരും, M³ റേറ്റ് എന്ന് പറയുന്നത്. സോ അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 50,747 വരും. അതുപോലെ തന്നെ ഇന്നർ വാൾ എടുക്കുന്ന സമയത്ത് 2 ഇന്നർ വാൾ ഉണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ലെങ്ത് വന്നിട്ട് 7.91 ഉണ്ട്. അതുപോലെ തന്നെ ബ്രെഡ്ത്ത് വന്നിട്ട് 0.45, ഡെപ്ത് വന്നിട്ട് സെയിം ബേസ്മെന്റ് ആയതുകൊണ്ട് 0.45 വരുന്നു. സോ ക്വാണ്ടിറ്റി വന്നിട്ട് 3.20355. അങ്ങനെ ഒരു ക്യൂബിന് 7000 വെച്ചിട്ട് 22,425 എന്ന് വരും. അതുപോലെ തന്നെ നമുക്ക് ഇന്നർ വാൾ 2 വരുന്ന സമയത്ത് നമുക്ക് ലെങ്ത് വന്നിട്ട് 2.73 വരും. അപ്പോൾ 0.45 ബ്രെഡ്ത്ത് വരുന്നു. ഡെപ്ത് വന്നിട്ട് 0.45 വരുന്നു. ക്വാണ്ടിറ്റി വന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 0.5528 വരുന്നു. അതിന് M³ റേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 3870. ഇന്നർ വാൾ 3 വന്നിട്ട് ലെങ്ത് വന്നിട്ട് 1.73. അതിന് നമുക്ക് ബ്രെഡ്ത്തും ഡെപ്തും 0.45. അതിൻ്റെ ക്വാണ്ടിറ്റി വന്നിട്ട് L/B/H ചെയ്യുന്ന സമയത്ത് 0.3503. M³ റേറ്റ് 7000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 2452. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ നേരത്തെ ഞാൻ പഠിപ്പിച്ച ഒരു എളുപ്പമാർഗം കൂടെ നോക്കാം. നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ എല്ലാം 0.45 ആയതുകൊണ്ട് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 0.15 ആണ്. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ കൂടെ ആദ്യത്തത് അതേ കണക്ക് എഴുതുക, സെൻട്രൽ ലൈൻ ലെങ്ത് ആദ്യത്തിന് അതേ കണക്ക് എഴുതുക. രണ്ടാമത്തെ 7.6ന്റെ കൂടെ നമ്മളൊരു 15 സെന്റിമീറ്റർ കൂട്ടി എഴുതുക. 2.58ന്റെ കൂടെയും 15 സെന്റി കൂട്ടി എഴുതുക. 1.58ന്റെ കൂടെയും 15 സെന്റിമീറ്റർ കൂട്ടി എഴുതി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഔട്ടർ സെൻട്രൽ ലൈൻ ഡിസ്റ്റൻസ് ആയി കഴിയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നുകൂടെ നോക്കാം. നമുക്ക് സെൻട്രൽ ലൈൻ മെത്തേഡിലൂടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇതാണ്. ഈ ഒരെണ്ണം മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ബാക്കി എല്ലാത്തിലും ഈ ആൾറൗണ്ട് കറക്റ്റ് ആയിരിക്കും. ബാക്കി ഇതിൻ്റെ ഈ ഡിഫറൻസ് ഇതും അടുത്ത ഇത് സെയിം ആണെങ്കിൽ ഇതും സെയിം ആണെങ്കിൽ ഇതിനും സെയിം ആയിരിക്കും. ഇതിലെന്തെങ്കിലും വ്യത്യാസം വന്നാൽ ഇതുമായിട്ട് ഇവിടെ വ്യത്യാസം വന്നാൽ ആൾറൗണ്ടിൽ വ്യത്യാസം വരത്തില്ല, അടുത്തതിലായിരിക്കും വ്യത്യാസം വരുന്നത്. അടുത്തതിൽ ഈ ഡിഫറൻസ് ഇതിൻ്റെ കൂടെ നിങ്ങൾ കൂട്ടിക്കൊണ്ടേയിരിക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഞാൻ ഈ പറഞ്ഞ ഇതുവരെ ഉള്ള ഒരു കാര്യവും മനസ്സിലായില്ലെങ്കിലും നിങ്ങൾക്ക് ഈ സെൻട്രൽ ലൈൻ എടുക്കുന്ന കാര്യം അറിയാമെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് എത്ര വലിയ വർക്കിൻ്റെയും എസ്റ്റിമേറ്റ് ചെയ്ത് എടുക്കാം. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഒരു എളുപ്പമാർഗം പറഞ്ഞായിരുന്നല്ലോ, അതൊന്ന് ആർക്കെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇത് മാത്രം കണ്ടുപിടിച്ചിട്ട് ബാക്കിയെല്ലാം ഇതിൻ്റെ സെൻട്രൽ ലൈൻ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാന്നുള്ളത് ഹലോ സർ. പറഞ്ഞോളൂ. ഇതിലിപ്പോ ഔട്ടർ വാളിൽ നമുക്ക് വ്യത്യാസം വരുന്നില്ല 4 കേസിലാകുമ്പോഴും. ഇനി PCCന്റെ ഇതിലോട്ട് വരുമ്പോൾ ഇന്നർ വാളിൽ 7.66 അതിൽ വ്യത്യാസം വരുന്നില്ല. ഇനി നമ്മൾ RRMലോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും, ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ 0.7, അതായത് 0.7ഉം 0.6ഉം താഴത്തേല്, ആ ഡിഫറൻസ് നമ്മൾ അതിലൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ 7.76 കിട്ടി. അങ്ങനെ അതിന്റെ അടിയത്തേലും അതേപോലെ തന്നെ 0.1 ആഡ് ചെയ്ത് നോക്കുമ്പോൾ 2.48 പ്ലസ് 0.1 ചെയ്യുമ്പോൾ 2.58 കിട്ടി. അതുപോലെ 1.48 പ്ലസ് 0.1 ആഡ് ചെയ്ത് നോക്കുമ്പോൾ 1.58 കിട്ടി. സിമിലർലി നമ്മൾ അടുത്ത ബേസ്മെന്റ് കേസിലോട്ട് വരുമ്പോൾ 0.6ഉം 0.45ഉം തമ്മിലുള്ള ഡിഫറൻസ്, അതായത് ഔട്ടർ വാളിൽ ഡിഫറൻസ് വരില്ല, ക്രോസ് വാൾസ് അഥവാ ഇന്നർ വാൾസിൽ മാത്രമേ നമുക്ക് ഡിഫറൻസ് കാണാൻ സാധിക്കുള്ളൂ. 0.6ഉം 0.45ഉം തമ്മിലുള്ള ഡിഫറൻസ് 0.15, അത് ആഡ് ചെയ്യുക. 7.76ന്റെ കൂടെ 0.15 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 7.91. അടുത്ത കേസിലോട്ട് വരുമ്പോൾ 2.58 പ്ലസ് 0.15, സോ നമുക്ക് 2.73 കിട്ടി. അതുപോലെ അടുത്ത കേസിലോട്ട് വരുമ്പോൾ 1.58 പ്ലസ് 0.15 നമുക്ക് 1.73 കിട്ടി. അത്ര. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ റേറ്റ് കൊണ്ട് ഗുണിക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യും, ഇപ്പോൾ ഈ റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന റേറ്റാണ്. ഈ റേറ്റ് നിങ്ങൾക്ക് ബാങ്ക് എസ്റ്റിമേറ്റിനും അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കാം. ഓക്കെ.
അപ്പോൾ ഈ റേറ്റ് നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചിരിക്കുക. പിന്നീട് ഒരു എസ്റ്റിമേറ്റിൽ നമുക്ക് ഇതാണ്ട് ആദ്യത്തെ ഈ ഒരെണ്ണം കാണുന്നതാണ് നമ്മുടെ ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ളത്. ബാക്കിയെല്ലാം നമുക്ക് ഇത് കണ്ടെടുക്കും. ഇതൊക്കെ നമുക്ക് പോളി ലൈൻ വെച്ച് നിങ്ങൾക്ക് ഇത് ചെയ്ത് ഓട്ടോ കാർഡിൽ പോളി ലൈൻ അറിയാമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ പോളി ലൈൻ വെച്ചിട്ട് നമുക്കിതിൻ്റെ സെൻട്രൽ ലൈൻ മെഷർ ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ആകുമ്പോഴും നമുക്ക് ഈസി ആയിട്ട് ചെയ്തു പോകാൻ പറ്റും. ഇനി പ്ലാൻ സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമുക്ക് ഇതിനെ അതേ കണക്ക് തന്നെ നമുക്ക് അവിടെ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ കോളി എക്സലിൽ ഇത് മാറത്തക്ക രീതിയിൽ ഉള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ ആദ്യം ഈ ബേസിക് പഠിച്ചിരിക്കണം. അപ്പം ഞാൻ ഈ പറഞ്ഞതാണ് ഇതിൻ്റെ ബേസ്. ഈ കാര്യം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇനി നാളത്തെ ക്ലാസ് നമുക്ക് എന്ത് വേണം എന്നുള്ളത് നമുക്കൊന്നുകൂടെ തീരുമാനിക്കാം. അപ്പോൾ ഞാൻ 2 ഐഡിയ പറയാം, എന്നിട്ട് നിങ്ങൾ അതിനെ കമൻറ്റ് ചെയ്യാൻ നോക്കുക. അതിൽ ഏറ്റവും കൂടുതൽ പേര് എന്താണോ കമൻറ്റ് ചെയ്യുന്നത് അതനുസരിച്ച് ഞാൻ ചെയ്യാം. ഒന്ന്, നമുക്ക് ഇതിനേക്കാൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റെ സെൻട്രൽ ഇത് തന്നെ ഫൗണ്ടേഷൻ തന്നെ കാണാൻ നോക്കാം. കാര്യം ഇപ്പം ഇതിലെന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ക്രോസ് വാളുകളെ വന്നിട്ടുള്ളൂ. അതായത് ഹൊറിസോണ്ടലായിട്ട് കുറച്ച് ക്രോസ് വാളുകളും വെർട്ടിക്കലായിട്ട് കുറച്ച് വാളുകളും വന്നിട്ടുണ്ട്. എന്നാൽ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് എന്ന് പറയുന്ന സമയത്ത് ഇതിനകത്ത് നമുക്ക് ചില വാളുകൾ പല ലെങ്തിലൊക്കെ വന്ന് നിൽക്കും, പല ഷേപ്പിൽ വന്നൊക്കെ നിൽക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ക്രോസ് വാള് ഇങ്ങനെ മാത്രം വന്ന് നിൽക്കും. ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ചിലത് ഇങ്ങനെയായിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഇനി ചിലപ്പോൾ ഷേപ്പ്ലെസ് ആയിരിക്കും. നമ്മളെ വീട് തന്നെ ഷേപ്പ്ലെസ് ഒക്കെ ആയിരിക്കും. ചിലപ്പോൾ ഇവിടെ ഇനിയും വേറെ ഇങ്ങനെ തള്ളിയിട്ടുണ്ടാവും. ചില സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഈ സെൻട്രൽ ലൈൻ മെത്തേഡിൽ എന്തൊക്കെ ഡിഫറൻസ് വരും എന്ന് നിങ്ങൾ ഇവിടെ നിന്ന് പഠിച്ചിട്ട് പോകും. ഈ സെൻട്രൽ ലൈനോട് ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു ഐറ്റം പഠിച്ചാൽ പിന്നെ നമുക്ക് ഒറ്റ ക്ലാസ് കൊണ്ട് തന്നെ നമുക്ക് ബ്രിക്ക് വർക്ക് ആയാലും ലിൻഡൽ ആയാലും റൂഫ് സ്ലാബും ഒക്കെ നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റും. പക്ഷെ ഇത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് പഠിക്കാം. ഒന്ന്, നമുക്ക് ഇങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ നമുക്ക് പഠിക്കാം, ഫസ്റ്റ് കേസ്. സെക്കൻഡ് ആയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു ഇതിനെ കണ്ടിന്യൂ ചെയ്ത് പോകാം. എന്ന് വെച്ചാൽ ബ്രിക്ക് വർക്ക് അല്ല അങ്ങനെയുള്ള റൂഫ് സ്ലാബ് അങ്ങനെയുള്ള A to Z കാര്യങ്ങൾ നമുക്ക് പഠിച്ചിട്ട് പോകാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആദ്യത്തേതാണെങ്കിൽ 1 വേണ്ടതെങ്കിൽ ഇത് ഞാൻ പഠിപ്പിക്കാം. ഏറ്റവും കൂടുതൽ പേര് 1 ഇടുന്നെങ്കിൽ ഞാൻ ഇത് പഠിക്കാം. അതല്ല 2 എന്ന് പറയുന്നത് നമുക്ക് ഇതിന്റെ ബ്രിക്ക് വർക്ക് തൊട്ട് ബെൽറ്റ് ബീം എർത്ത് ഫില്ലിങ് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നമുക്ക് പോകാം. അപ്പോൾ ഇതിലേതാണെന്ന് വെച്ചാൽ ഒരു പെട്ടെന്ന് ചെയ്യും, 2 മിനിറ്റ് അതിനകത്ത് കോൾ ചെയ്യും. ഇതിന്റെ ഒരു ഫൗണ്ടേഷൻ കൂടെ വേണമെന്നുള്ളൊരു 1, മറ്റുള്ളൊരു 2. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ പേര് ചോദിച്ചേക്കുന്നത് 1. ശരി, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ചുകൂടി ഒന്ന് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി തരാം. അപ്പോൾ നമുക്ക് അതുകൂടെ ഒന്ന് പഠിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ സെൻട്രൽ ലൈനിൻ്റെ കാര്യങ്ങൾ ഏതാണ്ട് ക്ലിയർ ആവും. അതിനുശേഷം നമുക്ക് ഇന്നിപ്പോൾ 2 ക്ലാസ്സായി, നാളെ നമുക്ക് ഫൗണ്ടേഷൻ തീർക്കാം. അടുത്ത 2 ക്ലാസ് കൊണ്ട് നമുക്ക് എസ്റ്റിമേഷൻ്റെ കാര്യങ്ങൾ തീർക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 5 ദിവസത്തെ ക്ലാസ് ആവും. ശരി, നിങ്ങൾ ആ ഗൂഗിൾ ഫോം ഒന്ന് പൂരിപ്പിച്ച് ഇട്ടിട്ടുണ്ട്, അതൊന്ന് പൂരിപ്പിച്ച് റെഡിയാക്കുക. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. എന്തെങ്കിലും മെച്ചപ്പെടുത്താനായിട്ടുണ്ടെങ്കിൽ അത് പറയാം. കഴിഞ്ഞ ദിവസം ഒരാളിങ്ങനെ ഓട്ടോ കാർഡിൻ്റെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറച്ച് വ്യത്യാസങ്ങൾ പെടുത്തിയിട്ടുണ്ട്. അതുകൂടെ ഞാനിപ്പോൾ ആ ഡ്രോയിങ് കൂടെ ഇതിനകത്തേക്ക് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഓട്ടോ കാർഡ് തന്നെ ഓപ്പൺ ചെയ്ത് കാണിക്കാനായിട്ട് കുറച്ച് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് അത് കാണിക്കാൻ. എന്നാലും നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടത്തക്ക രീതിയിൽ ഞാൻ ഇപ്പോൾ ഒരു സ്കെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൂടെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്കായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് അഭിപ്രായങ്ങൾ പറയാനുണ്ടോ? ഉണ്ടോ?
നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറയാം. എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ, നിങ്ങൾ വിളിക്കരുത്, വിളിക്കുന്നത് ഒഴിവാക്കുക. കഴിവതും എന്തെങ്കിലും മെസ്സേജുകളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചു തന്നാൽ ഞാൻ അതിനൊക്കെ മറുപടി തരാം. പറ്റുന്ന രീതിയിലൊക്കെ മറുപടി തരാം. കൺസെഷനെ കുറിച്ചായാലും അല്ലാതെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, പ്രത്യേകിച്ച് എല്ലാവരും ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് കഴിഞ്ഞോ? എങ്കിൽ നമുക്ക് അത് ചെയ്യാം, ക്ലോസ് ചെയ്യാം. ഗൂഗിൾ ഫോം ഇട്ടില്ലേ? ഇട്ടിട്ടുണ്ടല്ലോ, നോക്കൂ, നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. സാർ ആ ഗൂഗിൾ ഫോം ചാറ്റിൽ അങ്ങ് ഏറ്റവും മുകളിലായി പോയി. ഒന്നുകൂടെ എടുത്തിട്ടുണ്ടോ? ഒന്നുകൂടെ ഇടാം, ഒരു നിമിഷം. ഞാനിപ്പോൾ ഇട്ടേക്കാം, ഒന്നുകൂടെ ഇടാം. ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കഴിഞ്ഞെങ്കിൽ നമുക്ക് ക്ലാസ് നിർത്താം. എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. നമുക്ക് നിർത്താം.